ഹായ് ഡിയേഴ്സ്, ഇന്ന് ഞാനൊരു റെസിപ്പി വീഡിയോടൊപ്പം തന്നെ ഞങ്ങൾ കഴിഞ്ഞ ഫ്രൈഡേ ഫിഷ് മാർക്കറ്റിൽ പോയപ്പോൾ എടുത്ത ഒരു വീഡിയോ ക്ലിപ്പ് കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ മുമ്പ് കാണുന്നതാണ് ഷാർജ അൽ ജുബൈൽ ഫിഷ് മാർക്കറ്റ്. അതിൻ്റെ അകത്തുനിന്ന് വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല, അതിന് പ്രത്യേക പെർമിഷനൊക്കെ വാങ്ങിക്കണം. എങ്കിലും കുറച്ച് ഫോട്ടോസെങ്കിലും എടുക്കണമെന്ന് ഞാൻ വിചാരിച്ചിരുന്നു. പക്ഷേ ഫ്രൈഡേ ആയതുകൊണ്ട് തന്നെ ഭയങ്കര തിരക്കായിരുന്നു, അതുകൊണ്ട് ഒന്നിനും പറ്റിയില്ല. എങ്കിലും ഞാൻ പോകുന്ന വഴി ഏതായാലും വീഡിയോ എടുത്തതല്ലേ, അപ്പോൾ ഒന്ന് പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മളിവിടെ പാർക്ക് ചെയ്യാണ്. കണ്ടില്ലേ, ഭയങ്കര തിരക്കുണ്ട്. പാർക്കിംഗ് കിട്ടാൻ തന്നെ കുറച്ച് ബുദ്ധിമുട്ടി. ഇവിടെ പാർക്ക് ചെയ്ത് ഞങ്ങൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറുകയാണ്. കയറുമ്പോൾ നമുക്ക് ഇവിടെ തന്നെ ട്രോളി കാണാം. നമുക്ക് ആവശ്യമുള്ള ട്രോളി എടുത്ത് ഉള്ളിലേക്ക് കയറാം. ഇനി ഉള്ളിലും വെച്ചിട്ടുണ്ടാവും. ഞങ്ങൾ അത്യാവശ്യത്തിനുള്ള മീനും വാങ്ങിച്ച് തിരിച്ചു പോവുകയാണ്. ഞാൻ പറഞ്ഞില്ലേ, ഉള്ളിൽ നിന്ന് വീഡിയോയും ഫോട്ടോസും ഒന്നും എടുക്കാൻ പറ്റിയില്ല. തിരിച്ചു പോകുന്ന വഴിയും ഞാൻ കുറച്ചൊന്ന് വീഡിയോ ഷൂട്ട് ചെയ്തിരുന്നു. കൊറോണ തുടങ്ങിയതിന് ശേഷം 3 മാസത്തോളം ഞങ്ങൾ പുറത്തിറങ്ങിയിട്ടേ ഇല്ല. ഹസ്ബൻഡിന് വീട്ടിൽ നിന്നാണ് ജോലി. ബാക്കി ഞങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങിക്കാനാണെങ്കിൽ അടുത്തുള്ള ഗ്രോസറി ഷോപ്പിൽ വിളിച്ച് പറഞ്ഞിട്ട് അവർ കൊണ്ടുത്തരാറാണ്. അത്രയ്ക്ക് പോലും പുറത്തിറങ്ങിയിട്ടില്ല. ഇപ്പോൾ UAE-ൽ അൽഹംദുലില്ലാ കൊറോണ ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. അതിന് ശേഷമാണ് ഞങ്ങളൊന്ന് പുറത്തിറങ്ങി തുടങ്ങിയത്. പുറത്തിറങ്ങുക എന്ന് പറഞ്ഞാൽ അത്യാവശ്യ സാധനങ്ങൾ വാങ്ങിക്കാൻ മാത്രമേ പുറത്ത് പോകാറുള്ളൂ. അത് തന്നെ 2 ആഴ്ചയിലൊരിക്കലെങ്ങാനും പോയി വാങ്ങിക്കൊണ്ട് വരും. നമ്മൾ പോകുന്നതിന് മുമ്പ് ലിസ്റ്റ് തയ്യാറാക്കി വെക്കുക, അതാണ് ഏറ്റവും നല്ലത്. നമ്മൾ ഷോപ്പിൽ പോയി ഓരോ സാധനങ്ങളും ഇങ്ങനെ തൊട്ട് നോക്കേണ്ട ആവശ്യമില്ലല്ലോ. നമുക്ക് വേണ്ട സാധനങ്ങൾ മാത്രം എഴുതി കൊണ്ടുപോവുക, ആവശ്യമുള്ള വാങ്ങിക്കുക. പോകുമ്പോൾ മാസ്കും ഗ്ലൗസും ഇട്ട് പോവുക. ഞങ്ങൾ തൊട്ടടുത്തുള്ള നെസ്റ്റോ, സഫാരി, ലുലു ഇതിലെവിടെയെങ്കിലും ഒരു സൂപ്പർ മാർക്കറ്റിലാണ് പോകാറുള്ളത്. അവിടെ പോയി സാധനങ്ങൾ വാങ്ങി വീട്ടിൽ വന്ന ഉടനെ ആദ്യം കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം നന്നായി കഴുകി ഉണങ്ങാൻ വെക്കും. അതിന് ശേഷമാണ് യൂസ് ചെയ്യാറുള്ളൂ. കുട്ടികളെ ഒന്നും ഇതുവരെ പുറത്ത് കൊണ്ടുപോയിട്ടേ ഇല്ല. ഞങ്ങൾ അത് കഴിഞ്ഞ് സാധനങ്ങളെല്ലാം എടുത്ത് വെക്കാൻ ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ ബാത്റൂമിൽ പോയി നന്നായി കുളിച്ച് നമ്മൾ ഇട്ടിരുന്ന വസ്ത്രങ്ങളൊക്കെ അലക്കി അതിന് ശേഷം മാത്രമേ കുട്ടികളുടെ അടുത്തൊക്കെ പോകാറുള്ളൂ. അങ്ങനെ തന്നെ ആയിരിക്കില്ലേ എല്ലാവരും. ഇതൊക്കെ ഷാർജയിലെ ഓരോ വഴികളാണ്. ആൾക്കാരൊക്കെ പുറത്ത് ഇറങ്ങി നടക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എന്ത് ചെയ്യാനല്ലേ, നമ്മൾ അത്യാവശ്യ കാര്യങ്ങൾക്ക് പുറത്ത് പോയല്ലേ പറ്റൂ. കുറേ പേർക്കൊക്കെ ജോലി വീട്ടിൽ നിന്ന് തന്നെയാണ്. കുറേ പേരിപ്പോൾ കമ്പനി പോയി തുടങ്ങി. ഇത് അൽത്താവൂൻ എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഞങ്ങൾ നേരത്തെ ഇവിടെയായിരുന്നു താമസിച്ചിരുന്നത്. ഇപ്പം ഞങ്ങൾ ഫ്ലാറ്റ് മാറി. ഇനി ഇതിൻ്റെ അവസാനം ഞാൻ കാണിക്കുന്നത് ഒരു കുക്കറപ്പത്തിൻ്റെ റെസിപ്പിയാണ്. അതിനു വേണ്ടി ഞാനിവിടെ 1 കപ്പ് പച്ചരി നേരത്തെ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കുതിർത്ത് കഴുകിയെടുത്ത പച്ചരി ഇനി നമുക്ക് അരച്ചെടുക്കാം. മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. അതിലേക്ക് 1/2 കപ്പ് വെള്ളം ചേർക്കാം. 1 ഏലക്കായ, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, 1 നുള്ള് ഉപ്പ്, ഇതും കൂടെ ചേർത്ത് നന്നായി അരച്ചെടുക്കാം. കുക്കറപ്പം വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ്. എല്ലാവരും ചെയ്യാറുണ്ടാവും. ഞാൻ മുമ്പ് ഒരുപാട് പ്രാവശ്യം ചെയ്ത് നോക്കിയിട്ട് ഫ്ലോപ്പായിരുന്നു. പക്ഷേ ഇത്തവണ ചെയ്തപ്പോൾ വളരെ നന്നായി. അപ്പോൾ നിങ്ങൾക്ക് കൂടെ റെസിപ്പി കാണിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ചോറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ഇട്ട് നന്നായി അരച്ചെടുക്കുകയാണ്. ഇവിടെ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക്, ഞാൻ പച്ചരി അളന്ന അതേ കപ്പിൽ തന്നെ 1 കപ്പ് ശർക്കര എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/4 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് ശർക്കര നന്നായി ഉരുക്കിയെടുക്കാം. നന്നായി തിളപ്പിക്കണം, ഇളക്കി കൊടുക്കുക. ഇത് നമ്മൾ നേരത്തെ അരച്ച് വെച്ച പച്ചരി മിക്സാണ്. അതിലേക്ക് നമ്മൾ ഇപ്പോൾ ഉണ്ടാക്കിയ ശർക്കര പാനി അരിച്ച് ഒഴിച്ചു കൊടുത്ത് നന്നായി മിക്സ് ചെയ്യണം. ചെറിയ ചൂടോടുകൂടി തന്നെ ഒഴിച്ചു കൊടുത്താലും കുഴപ്പമൊന്നുമില്ല.
ഒഴിച്ചു കൊടുത്ത് നന്നായി മിക്സ് ചെയ്യുക. ഇതൊരു ദോശ ബാറ്ററിനേക്കാളും കുറച്ചുകൂടെ ലൂസായിട്ടുള്ളൊരു ബാറ്ററാണ് നമുക്ക് വേണ്ടത്. മുഴുവൻ ശർക്കരപ്പാനിയും ഒഴിക്കണമെന്നില്ല, ഇതിൻ്റെ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി നോക്കിയിട്ട് വേണം ഒഴിക്കാൻ. കുറേശ്ശെയായി ഒഴിച്ചു കൊടുക്കുക നോക്കിയിട്ട്. മുഴുവനും ഒറ്റയടിക്ക് ഒഴിച്ചാൽ ചിലപ്പോൾ ഭയങ്കര ലൂസായി പോയാലോ, അതുകൊണ്ട് നോക്കിയിട്ട് മാത്രം ഒഴിക്കുക. ഇപ്പോൾ ഇവിടെ കറക്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ചെറിയ ഉള്ളിയും തേങ്ങാക്കൊത്തുമാണ്. അത് രണ്ടും ഒന്ന് മൂപ്പിച്ചെടുക്കണം. എൻ്റെ അടുത്ത് തേങ്ങാക്കൊത്ത് ഇല്ലാത്തതുകൊണ്ട് ഞാനിവിടെ ചിരവിയ തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. ആദ്യം നമുക്കൊരു കുക്കർ അടുപ്പത്ത് വെക്കാം. ഇതിലേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. കുക്കറപ്പത്തിന് ഏറ്റവും ടേസ്റ്റ് വെളിച്ചെണ്ണയാണ്. ഇനി വെളിച്ചെണ്ണ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ മാത്രം നെയ്യോ വേറെ ഏതെങ്കിലും ഓയിലോ യൂസ് ചെയ്യുക. കഴിയുന്നതും വെളിച്ചെണ്ണ തന്നെ യൂസ് ചെയ്യുക. അതിലേക്ക് ചെറിയുള്ളി സ്ലൈസ് ചെയ്തത് ആദ്യം ഇട്ട് കൊടുക്കാം. അതൊന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം തേങ്ങാക്കൊത്തും കൂടെ ഇട്ട് കൊടുത്ത് നന്നായി മൂപ്പിച്ച് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാറ്റർ കുറേശ്ശെ ഒഴിച്ചു കൊടുത്ത് കുക്കറിൻ്റെ അടപ്പിട്ട് വിസിൽ, അതായത് വെയിറ്റ് വെക്കാതെ വേണം വേവിക്കാൻ. ഒരു 10 മിനിറ്റ് ആകുമ്പോഴേക്കും റെഡിയാവും. ഓഫ് ചെയ്താൽ റെഡി ആയിട്ടുണ്ടാവും. ഞാനിവിടെ കാണിക്കാം. എൻ്റെ കുക്കറപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, നല്ല സോഫ്റ്റും നല്ല ആരെടുത്ത കലത്തപ്പം എന്നൊക്കെ പറയില്ലേ, അതുപോലെ ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.